ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും. അതൊരു ഉദാഹരണം, പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല, ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ വയ്യാതെ സിനിമാ സംഘടനകൾ കുഴഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സിനിമാ സെറ്റുകളിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ നടി നൽകിയ പരാതിയിൽ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന കാര്യം അതേ സിനിമയിലെ, ഈ സൂത്രവാക്യം സിനിമയിലെ സെറ്റിലുള്ളവർക്കും അറിയാമായിരുന്നുവെന്ന്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും കൂടെ സഹകരിക്കേണ്ടി വരികയാണല്ലോ നടീനടന്മാർക്കും ടെക്നീഷ്യൻസിനും ഒക്കെ. മഞ്ജുഷേ, ആദ്യമായി ഞാനത് പറഞ്ഞു, അതിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് പറയട്ടെ. ഇപ്പോൾ റഹ്മാന്റെ ഒരു ബൈറ്റാണ് ഞാൻ കേട്ടത്. അതായത് കേരളം ഭരിക്കുന്നത് ആരാണെന്ന് ഷൈൻ ടോമിനൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ചിരി വന്നു, പൊട്ടിച്ചിരിക്കാൻ. അത് ആർക്കും ചിരി വരുന്ന ഒരു കാര്യമാണ്, ആർക്കും ചിരി വരുന്ന കാര്യമാണത്. ആർക്കും ചിരി വരും. കാരണം കേരളം ഭരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം ലഹരി വ്യാപനം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കേരളത്തിൽ നല്ല ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇനി ശ്രീ മഞ്ജുഷ്, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രാജ്യസഭ എം പി ആയിട്ടുള്ള CPM നേതാവ് ശ്രീ റഹീമിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത്, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ജോസ് തോമസും അത് പറയുന്നത് കേട്ടു. ഇന്നത്തെ ഏറ്റവും രസകരമായ ഒരു കമന്റ് ആയിരുന്നു എന്ന്. അതാണ്, അതായത് ഞാൻ ഈ ചർച്ചയിൽ അല്പം വൈകിയാണ് കയറിയത്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്തായാലും ഇവിടെ ആരാണ് ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ള ആൾ തന്നെയാണ് ശ്രീ ഷൈൻ ടോം ചാക്കോ. കാരണം ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രമടക്കം, ശ്രീ പിണറായി വിജയന്റെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്ത നടനാണ് ശ്രീ ഷൈൻ ടോം ചാക്കോ. അപ്പോൾ അതുകൊണ്ട് ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇനി ശ്രീ റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയേണ്ടത്, ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെയുള്ള ബിഹേവിയർ ഇവരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് എന്നാണ്. കാരണം ഒരു കാര്യം കൂടിയുണ്ട്, കഴിഞ്ഞ മയക്കുമരുന്ന് കേസിൽ രക്ഷപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യം കൂടി പറയേണ്ടി വരും. അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2015 കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ കൊക്കൈൻ കേസ്, അതിലെ പ്രതിയായിരുന്നു ശ്രീ ഷൈൻ, അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ. അപ്പോൾ ആ കേസ് എങ്ങനെയാണ് പിന്നീട് തേഞ്ഞു മാഞ്ഞു പോയത് എന്നും ഇവരെങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നും ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിന്യായത്തിൽ തന്നെ കോടതി അതിശക്തമായിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്ത്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വീഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെ എലമെന്ററി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മഞ്ജുഷ് ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ എലമെന്ററി ആയിട്ടുള്ള ഒരു നാർക്കോട്ടിക്സ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് അതിന്റെ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട്, വിചാരണയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എന്താണ് അഡ്മിസിബിൾ എവിഡൻസ് എന്നതിനെക്കുറിച്ച് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷൻ ടീമിലുള്ള ആൾക്കാർക്കും വളരെ കൃത്യമായിട്ടുള്ള ഗ്രാഹ്യമുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പിടിച്ചെടുക്കുന്ന സബ്സ്റ്റൻസ്, അതിൽ നിന്ന് ഇപ്പോൾ ഈ കൊക്കൈനിലെ ക്ലോറൈഡ് എന്ന് പറയുന്നത് പോലെ വേർതിരിച്ചെടുക്കേണ്ടതാണെങ്കിൽ അതിന്റെ കെമിക്കൽ ടെസ്റ്റ് നടത്തണം. ഈ ആൾക്കാരുടെ എല്ലാം തന്നെ രക്തപരിശോധന നടത്തണം. ഇവരിത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ടാകണം. അതേപോലെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരു വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അത് ഉറപ്പുവരുത്തണം. പിന്നെ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, തെളിവ് ഏതെങ്കിലും രീതിയിലത്തേക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടില്ല, തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്ളാറ്റിൽ നിന്ന് ഈ കൊക്കൈൻ കണ്ടെത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവരെല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി പോലീസിനെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇത്ര വർഷം കഴിഞ്ഞതിന് ശേഷവും സാധിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം.